കരമന കളിയിക്കാവിള നാലുരി പാതയിലെ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായതോടെ അപകടത്തുരുത്തായി മാറിയ ഒരു സ്ഥലമുണ്ട് പള്ളിച്ചൽ. 2 ദിവസത്തിനിടെ 3 പേരാണ് അവിടെ അപകടത്തിൽ മരിച്ചത്. വെള്ളായണി, പ്രാവച്ചമ്പലം, നേമം, പാപ്പനംകോട്, പള്ളിച്ചൽ ജംഗ്ഷനുകളിലെ സിഗ്നൽ ലൈറ്റുകളാണ് പ്രവർത്തിക്കാത്തത്. കാലപ്പഴക്കത്തെ തുടർന്ന് സീബ്ര ലൈനുകളും മങ്ങിയിരിക്കുകയാണ്. ക്യാമറകളും പ്രവർത്തിക്കാതെ വന്നതോടെ വാഹനങ്ങളുടെ അമിത വേഗവും നിയന്ത്രിക്കാൻ കഴിയാതായിരിക്കുന്നു. അരുൺ സോളമനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ചും അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു വരികയായിരുന്നു. ഈ കരമന കളിയിക്കാവിള നാലുവരി പാതയിലെ പള്ളിച്ചലിലെ അവസ്ഥ എന്താ? വിനീത, പള്ളിച്ചലിന്റെ അവസ്ഥ ഏറെ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 2 മാസത്തിലധികമായി ഇവിടുത്തെ സിഗ്നലുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ തിരുവനന്തപുരത്ത് നിന്നും പള്ളിച്ചലിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാത, ഇത് നെയ്യാറ്റിൻകര കളിയിക്കുളയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത കൂടിയാണ്. ഇവിടെ എത്തുമ്പോൾ, പള്ളിച്ചൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, 2 ഭാഗത്തേക്ക് റോഡ് തിരിയുന്നുണ്ട്. ഒന്ന് വെങ്ങാനൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ എത്തുമ്പോഴാണ് പലപ്പോഴും അമിത വേഗതയിലെത്തുന്ന 2 വീലറും അതുപോലെ തന്നെ ഈ 4 വീലർ അടക്കമുള്ളവർക്ക് ഈ സിഗ്നലുകൾ കാണാൻ കഴിയാതെ പലപ്പോഴും അവിടെ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കെൽട്രോൺ നൽകിയിട്ടുള്ള അവിടുത്തെ ക്യാമറകളും പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇതിൽ നടപടി സ്വീകരിക്കാൻ ഇതിനോടകം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സൂചനാ ബോർഡുകളും ഈ മീഡിയയിലുള്ള സീബ്ര ലൈനുകളൊക്കെയും മങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുകയാണ്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വികസിപ്പിച്ചിട്ടുള്ള ഒരു ദേശീയപാതയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസത്തിനിടെ അവിടെ 3 പേർ മരണപ്പെട്ടതിൽ ഒന്ന് ചന്ദ്രിക പത്രത്തിലുള്ള ക്യാമറാമാൻ കൂടിയാണ്. അത് കാരക്ക മണ്ഡപത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ വെള്ളായണിയിലും നേമത്തടക്കം ഏറെ തിരക്കുകളുള്ള പ്രധാനപ്പെട്ട പാതയാണ്. ഇവിടെ ഒക്കെയും സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ വിനീത, ഇവിടെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നു. ജില്ലാ കളക്ടറിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകണമെന്നുള്ള, വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിനീത.